ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ നോമ്പിന്റെ 8ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ വചനം നമ്മോട് പറയുകയാണ്, പുറമേ നിന്ന് ഒരുവനെ അശുദ്ധനാക്കാനായിട്ട് ഒന്നിനും സാധിക്കുകയില്ല. ഒരുവനെ അശുദ്ധനാക്കുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. യേശുവിന്റെ ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇപ്രകാരം? ഈശോ പറയുകയാണ്, ഒരുവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ തിന്മയിലേക്ക് നയിക്കുന്നത്. ഈശോ പറയുകയാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും വിശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും നന്മ സംഭവിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധമായ സ്നേഹവും വിശ്വസ്തതയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഈ സ്നേഹത്തിൽ ആഴപ്പെടുവാനും വിശ്വസ്തതയിൽ ജീവിക്കുവാനും വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അനുനിമിഷം ദൈവം നമ്മൾക്ക് കൃപ തരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, നന്മ ആഗ്രഹിക്കുന്നവന്റെ ജീവിതത്തിൽ എന്നും നന്മ തന്നെ സംഭവിക്കും. ഒരു സംഭവം ഇപ്രകാരം ഉണ്ടായിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ജുവല്ലറി ഉടമ നല്ല രീതിയിൽ സ്വർണ്ണക്കടയൊക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കുറച്ച് തകർച്ചകളൊക്കെ വന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഒരു രോഗം പിടികൂടി. അത് മരണത്തിലാണ് അവസാനിച്ചത്. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ അവസ്ഥ ഒത്തിരി ദുഷ്കരമായിട്ട് തീർന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലിരുന്ന ഒരു സ്വർണ്ണമാല എടുത്ത് മൂത്ത മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ സ്വർണ്ണമാല കൊണ്ടുപോയി നിന്റെ അങ്കിളിന്റെ കടയിൽ കൊണ്ടുപോയി കൊടുക്കുക, അങ്കിള് നിനക്ക് പൈസ തരും. മകൻ ഈ സ്വർണ്ണമാലയുമായിട്ട് അവന്റെ അങ്കിളിന്റെ കടയിൽ കൊണ്ടു ചെന്നു. സ്വർണ്ണമാല അങ്കിളിന്റെ കയ്യിൽ കൊടുത്തു. അങ്കിള് മാല പരിശോധിച്ച ശേഷം അവനോട് പറഞ്ഞു, ഈ മാല ഒത്തിരി മൂല്യമുള്ളതും വിലയുള്ളതുമാണ്. നീ ഇപ്പം ഇത് വിൽക്കണ്ട, കാരണം മാർക്കറ്റ് വളരെ മോശം. കുറച്ചു കാത്തിരുന്നാൽ നല്ല വിലയ്ക്ക് നിനക്ക് ഈ മാല വിൽക്കാനായി സാധിക്കും. നിനക്ക് പൈസ ഇല്ലേ ആവശ്യം, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പൈസയും മാലയും കൊടുത്തു വിട്ടു. അങ്കിള് അവനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യാൻ, നീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയല്ലേ, നീ ജോലി അന്വേഷിക്കുമല്ലേ, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യാൻ, നാളെ മുതൽ ഇവിടെ ഈ കടയിൽ വന്ന് ജോലിക്ക് നിൽക്കുക, നിനക്കൊരു ശമ്പളം ഞാൻ തരാം, നല്ലൊരു ജോലി കിട്ടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നീ പോയിക്കൊള്ളുക. പ്രിയമുള്ളവരെ, അങ്കിളിന്റെ ഈ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ആ മകനെ ഒത്തിരി സ്വാധീനിച്ചു. അവൻ വീട്ടില് മാല കൊണ്ട കൊടുത്ത് അമ്മയോട് പറഞ്ഞു, ഇത് വളരെ മൂല്യമുള്ളതാണെന്നാണ് അങ്കിള് പറഞ്ഞത്, ഇതിപ്പോൾ കൊടുക്കേണ്ട, മാർക്കറ്റ് നന്നാകുമ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കാം. അങ്കിള് കുറച്ച് പൈസയും തന്നു വിട്ടു. അതോടൊപ്പം തന്നെ എന്നോട് പറഞ്ഞു, നാളെ മുതൽ ജോലിക്ക് വരാൻ. ഈ മകൻ അവിടെ കടയിൽ പോയി ജോലിക്ക് നിന്നു. അങ്കിള് അവനെ സ്വർണത്തിന്റെ മാറ്റ് നോക്കുന്നിടത്ത് ഇവനെ ജോലിക്ക് നിർത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവൻ സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും മാറ്റു നോക്കുന്നതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറി. അവന്റെ പ്രാഗൽഭ്യം ആ സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ അവന്റെ ജോലി മേഖലകളിലും
അവന് ഒത്തിരി അനുഗ്രഹപൂർണമായിട്ട് തീർന്നു. അങ്കിള് ഒരു ദിവസം സായാഹ്നത്തിൽ അവനോട് പറഞ്ഞു, കടയടയ്ക്കുന്ന സമയത്ത് അവനോട് പറഞ്ഞു, മോനെ, ഇപ്പോൾ മാർക്കറ്റ് നല്ലതാണല്ലോ, നീ ആ മാല എടുത്തുകൊണ്ട് വരിക, നമുക്ക് അത് വിൽക്കാം, കുറെ പൈസയും നിങ്ങൾക്ക് ലഭിക്കും. ഈ മകൻ സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് ആ മാലയെടുത്ത് പരിശോധിക്കുകയാണ്. പരിശോധിച്ചപ്പോൾ അവന് മനസ്സിലായി, ഇത് ഒറിജിനൽ സ്വർണമല്ല, മറിച്ച് മുക്കുപണ്ടമാണ്. പ്രിയമുള്ളവരെ, അത് അവനെ സംബന്ധിച്ച് ഒരു വലിയ ഷോക്ക് ആയിപ്പോയി. പിറ്റേ പ്രഭാതത്തിൽ അങ്കിള് അവനോട് ചോദിച്ചു, മാല എവിടെ? അവൻ പറഞ്ഞു, മാല ഞാൻ കൊണ്ടുവന്നില്ല. അങ്കിള് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ആ മാല കൊണ്ടുവരാത്തത്? അങ്കിളിനോട് ആ മകൻ ഒരിറ്റ് കണ്ണീരിൽ ചാലിച്ച് അവൻ പറഞ്ഞു, അത് സ്വർണമല്ല, അത് മുക്കുപണ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ മറിച്ച് അങ്കിളിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അന്ന് അങ്കിൾ ഇത് പറയാതിരുന്നത്? അങ്കിള് അവനോട് പറഞ്ഞു, മോനെ, അന്ന് നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് സ്വർണമല്ല, അല്ലെങ്കിൽ ഇത് കൊള്ളില്ലാത്ത മാലയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുകയില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ശത്രുക്കളായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് നിനക്ക് അറിവുണ്ട്, ഇന്ന് നിനക്ക് രത്നങ്ങളെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചും അറിയാം. അതുകൊണ്ട് നിനക്ക് തന്നെ ബോധ്യമുണ്ടായി, ഇത് മുക്കുപണ്ടമാണ്, ഇത് ഒറിജിനൽ സ്വർണമല്ല, രത്നങ്ങൾ കൊണ്ടുള്ള അത് അല്ല എന്ന് നിനക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന് ശരിയായ അറിവില്ലാത്തത് കൊണ്ടല്ലേ പല തിന്മകളിലേക്കും നമ്മുടെ ജീവിതങ്ങൾ ചെന്നെത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് പരിശോധിച്ച് നോക്കണം. അവരനോടുള്ള പല തിന്മകളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ കാരണം ഞാൻ ശരിയായ അറിവ് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ. പഴയ കാലത്ത് ആളുകൾ പറഞ്ഞു വെക്കാറുണ്ട്, പാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അനുഗ്രഹത്താലും സ്നേഹത്താലും നിറയപ്പെടണം. വചനം നമ്മോട് പറയുകയാണ്, ഹൃദയത്തിന്റെ തികവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ജീവിതത്തില് നന്മ സൂക്ഷിക്കുന്നവന്റെ ജീവിതത്തില് നന്മയുടെ വാക്കുകളും നന്മയുടെ പ്രവർത്തികളുമാണ് അനുനിമിഷം പുറത്തു വരികയുള്ളൂ. ഈ നന്മയുടെ പ്രവർത്തികളും വാക്കുകളും അത് സ്വന്തം ജീവിതത്തിന് മാത്രമല്ല, മറിച്ച് അപരന്റെ ജീവിതത്തിൽ കൂടി അനുഗ്രഹമാകുവാനായിട്ട്, അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഏത് മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. ആ സ്വർണ്ണക്കട വ്യാപാരി ഹൃദയത്തിന് നന്മയുള്ള വ്യക്തിയാണ്. അവൻ ആ ഭവനത്തിന്റെ നന്മ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ നഷ്ടം വന്നാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണം ആ പയ്യന്റെ കയ്യിൽ കൊടുത്തത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്രകാരത്തിൽ മനസ്സറിഞ്ഞ് അവരനെ സഹായിക്കുമ്പോൾ അത് അവരൻ്റെ ജീവിതത്തിന് നന്മയായി തീരും. 10 ഇരട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൃപയായിട്ട് വർഷിക്കും. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ആഴമായ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഹൃദയത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനും എൻ്റെ അധരത്തിൽ നിന്നും എൻ്റെ കരത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കും പ്രവൃത്തിയും അനുഗ്രഹത്തിൻ്റെതും നന്മയുടേതുമാക്കി ഇന്നേ ദിവസം മാറ്റാൻ കൃപയും അനുഗ്രഹവും എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊന്ന് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ആരാധന 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 ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നാം ആയിരിക്കുമ്പോൾ പല പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പല വിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോയ മക്കളുടെ വിമോചനത്തിന് വേണ്ടി ഒത്തിരിയേറെ ആളുകൾ ഇന്നേ ദിവസം പ്രാർത്ഥനാ സഹായം വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോയവരുടെ വിമോചനത്തിന് വേണ്ടി, മദ്യപാനത്തിന്, മയക്കുമരുന്നുകൾക്ക്, തെറ്റായ ജീവിത ബന്ധങ്ങൾക്ക്, തെറ്റായ ആസക്തികളുടെ പിന്നാലെ പരക്കം പായുന്നവരൊക്കെ വിടുതലിന് വേണ്ടി ഈ നിമിഷം നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോനാഥ, ജീവിതത്തിന്റെ എല്ലാ ബന്ധന അവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനായി തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് അരുളി ചെയ്യുന്നുവല്ലോ. പുറമേ നിന്നുള്ള ഒന്നും ഞങ്ങളെ അശുദ്ധരാക്കുന്നില്ല, മറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഈശോയെ, ഈ നിമിഷം നിന്റെ തിരുസന്നിധിയോട് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്നും, ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ നിന്നും, ഇടവകകളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള തിന്മകളെയും നീ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും വിശുദ്ധി കാത്തുപരിപാലിച്ച് ജീവിക്കുവാനായി ദൈവകൃപയോട് ചേരാനായിട്ട് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും മദ്യപാനത്തിന്റെ വിപത്ത് മൂലം വിഷമിക്കുന്ന കുടുംബങ്ങളെ ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. മദ്യപാനവും പുകവലിയും മയക്കുമരുന്നുകളുടെ ഉപയോഗവും മൂലം മക്കളുടെ ജീവിതങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കന്മാരെ ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ്. പഠനത്തിനും മറ്റും പറഞ്ഞയച്ചിട്ട് മക്കളെ പ്രകാരമുള്ള അവസ്ഥകൾ അറിയുന്നത് മൂലം തകർന്ന് ആയിരിക്കുന്നവർ, അവരെ ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കുകയും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാണ് അവർ പ്രാർത്ഥിക്കുന്നെങ്കിലും ഈശോയെ, നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തി അവരിലേക്ക് ഒഴുക്കണമേ. കുടുംബ സമാധാനമില്ലാതെ വലയുന്നവര്, ജോലി മേഖലയിൽ തെറ്റായ ജീവിത അവസ്ഥകൾ മൂലം മറ്റുള്ളവര് മൂലം സഹനം അനുഭവിക്കുന്ന മക്കളെ ഈ നിമിഷം ചേർത്ത് വെക്കുകയും ഈശോയെ, വലിയൊരു വിടുതല് നീ ഇവരുടെ ജീവിതത്തിലേക്ക് നൽകണമേ. ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഇന്നത്തെ സൽക്രിയ പാപത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും വെറുത്ത് ഉപേക്ഷിക്കാനായി പരിശ്രമിക്കുക. ഒരു നിമിഷം കരങ്ങൾ പൊപ്പി തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എല്ലാ ബന്ധന അവസ്ഥകളിൽ നിന്നും വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ, ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ ഒരു വിടുതലിന്റെ അനുഭവം ഞങ്ങൾക്ക് ഈ നിമിഷം നൽകണമേ. ആമേൻ. കരങ്ങൾ പൊപ്പി ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യത്തിന്റെ അനുഗ്രഹം നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.